നമ്മുടെ ഈ അനീഷ് കാവാലം പാസ്റ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എയർപോർട്ടിൽ പോയപ്പോൾ ബലഹീനം വന്നു, ഹോസ്പിറ്റലായി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് കുറെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായി തീർന്നു. ഇപ്പോൾ വിമർശകന് വലിയ യോഗ്യതയുടെയോ വിശുദ്ധിയുടെയോ മാനദണ്ഡം ആവശ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഞാനും പലരെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയെ വിമർശിച്ചെങ്കിൽ ജീവിതകാലം മൊത്തം ആ വ്യക്തിയെ ഇതിൻ്റെ പാത പിന്തുടർന്ന് വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നൊരു ചുമതലയൊന്നും എൻ്റെ ഉള്ളിൽ ഞാനായിട്ടോ മറ്റാരുമായിട്ടോ സമർപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്നിവിടെ കാണുന്നത് ഈ വിമർശകന്മാർ പലരും ഒരാളെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ அதை തുടർന്ന് വിമർശനത്തിൻ്റെ ചാകരകളാണ്. അദ്ദേഹം നല്ലത് ചെയ്താലും തീയത് ചെയ്താലും ചിലപ്പോൾ അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ട ഏതെങ്കിലും കുറ്റങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ആരോപണങ്ങളായിരിക്കാം. അതിൽ നിന്നൊക്കെ എല്ലാം നിയമപരമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസാക്ഷിപരമായിട്ടും ദൈവികപരമായിട്ടൊക്കെയും അദ്ദേഹം കരകയറിയിരിക്കാം. പക്ഷേ വിമർശിക്കുന്നവൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് കല്ലെറിയുക എന്നുള്ളത് അത് ഒരു മനുഷ്യത്വത്തിനും ആണത്വത്തിനും പറ്റിയ ഒരു പരിപാടിയല്ല. മനസ്സിലായല്ലേ? അപ്പം ഞാൻ ഈ അനീഷ് കാവാലം എന്ന പാസ്റ്ററെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല പലരുടെയും വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവരൊക്കെ പിന്നത്തേതിൽ തിളങ്ങി വീണ്ടും പ്രയോജനപ്പെടുകയും ഒക്കെ ചെയ്ത് കാണുമ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. കാരണം അവരും ഇപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്ന് അറിയത്തില്ല. ഞങ്ങൾ വിമർശിച്ച വിഷയത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായിട്ടും എന്താണ് എന്നതിൽ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. ദൈവം അവരെങ്ങനെ കാണുന്നു, എങ്ങനെ അവരെ പുറത്തു കൊണ്ടുപോകുന്നു, ദൈവത്തോട് എങ്ങനെ അവർ ഇടപെട്ടു എന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിന് മാത്രമല്ല പലരുടെയും വീഡിയോ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി എയർപോർട്ടിലിരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ വീഡിയോ ഇട്ടിക്കുന്നത് കണ്ടു. ഇദ്ദേഹം അങ്ങനെ മരുന്ന് കഴിക്കരുത് എന്ന് പ്രസംഗിച്ചു. അങ്ങനെ അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇതൊക്കെ വളരെ വില കുറഞ്ഞ വിഷയങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരിടത്തും മരുന്ന് കഴിക്കല്ലെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. വിശ്വാസ വീര്യം, ആദിമ ഭക്തന്മാർ അങ്ങനെയായിരുന്നു, ഈ തരത്തിലൊക്കെ പ്രസംഗിച്ചു. പിന്നെ ഈ ലെഗിൻസ് ഇതൊക്കെ എല്ലാം ഒരു പ്രസംഗ സ്റ്റേജല്ലേ, അതൊക്കെ ഇത് ലെഗിൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നവരും കൈയടിച്ച് ചിരിക്കാറുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആവർത്തന വിരസതയില്ല. കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ള ആഭരണം മാറ്റുക, മീശയില്ല, ഇങ്ങനെയൊക്കെ ഒരു ഭാവം ഉണ്ടല്ലോ. അദ്ദേഹം ആ സ്റ്റാൻഡ് എവിടെ പോയാലും ആ സ്റ്റാൻഡ് പിന്തുടരുന്നുണ്ട്. എവിടെ പോയിരുന്നാലും അതിൽ മറ്റുള്ള ഇന്നത്തെ ഇവിടുത്തെ പിന്നെ പാസ്റ്റർമാരെല്ലാം ഓരോ മീറ്റിങ്ങുകളും ഓരോ സ്ഥലങ്ങളും പോകുമ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി, പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മുടെ ആദർശങ്ങൾ മാറ്റുന്ന കലാവിരുദ്ധന്മാരുണ്ട്. അതിൽ നിന്ന് അപേക്ഷിച്ച് അദ്ദേഹത്തിന് തന്നെ സ്റ്റാൻഡ് അങ്ങനെയാണ്. MLA അടുത്ത് സംസാരിക്കുമ്പോഴും അമേരിക്കയിൽ പോകുമ്പോഴും ന്യൂജേഴ്സി പോയിരുന്നാലും ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും അതങ്ങനെ തന്നെയാണ്. പിന്നെ ആദിമഭക്തന്മാർ പാമ്പ് കടിച്ചു, അവർ മരുന്ന് കഴിച്ചില്ല, അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് കഴിക്കുന്നവർ ആരും മരുന്ന് കഴിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം എയർപോർട്ടിൽ പോയി തിരക്കുള്ള മനുഷ്യ അദ്ദേഹം ശരീരപ്രാകൃതം കണ്ടില്ലേ, പിന്നെ പോയപ്പോൾ എന്തോ ബലഹീനം വന്നു. അദ്ദേഹത്തെ ആരോ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശുപത്രി കൊണ്ടുപോയി അദ്ദേഹം ഐഡന്റിറ്റി കാർഡ് അതിൽ ഇതൊരു അനീഷ് കുമാർ കേക്ക് എന്തോ ആയിരുന്നു, അതിൻ്റെ പേര് അനീഷ് കാവ. എൻ്റെ പേര് ക്രിസ്റ്റഫർ ഷാജു എന്നാണ്. എത്ര പേർക്കറിയാം? എവിടെ പോയിരുന്നാലും ഞാൻ അയർലൻഡ് മറ്റേ അവിടെയൊക്കെ UK പോയ സമയത്തെല്ലാം അവിടെയൊക്കെ ചെറിയ ചെറിയ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പം അവരെന്നെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഇവിടെ ഷാജു പാലിയോട് അദ്ദേഹത്തിൻ്റെ പേര് അതിനെ വെച്ച് വരെ ഇവിടെ വെള്ളത്തിൽ കൊണ്ടുവരുന്നത്. എന്തൊരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, ഇതൊക്കെ ഒരു ഇതല്ല. മനസ്സിലായില്ല? ഇതൊക്കെ ഒരു എന്ന് പറയുക റീച്ചിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അങ്ങനെ ചെയ്യരുത്. ഒരാളിനെ ഒരിക്കൽ വിമർശിച്ചെന്ന് പറഞ്ഞു ജീവിതകാലം മൊത്തം അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു മനസ്സും ബോധ്യവും തിരിച്ചറിവും നമ്മളെ കാണുന്ന ദൈവവും നമ്മളെ അറിയുന്ന ദൈവവും ആ ദൈവമായിട്ടൊരു ബന്ധവും സഹവർത്തിത്വവും
ആ സഹവർത്തിത്വത്തിൽ ഏരൂന്നപ്പെട്ട് സമൂഹമായിട്ടൊരു ബന്ധം, അവയവങ്ങൾ നിലയിൽ സഭയവങ്ങൾ, അങ്ങനെയൊക്കെ ഒരു ജീവന്റെ ഒരു സത്യസന്ധമായ യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം. തെറ്റും കുറ്റങ്ങളും കുറവുകളും ശരീര ജീവിതത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം, എല്ലാവർക്കും കടന്നു വരാം. അതിൽ നിന്നൊക്കെ കിടക്കുക, അവനെ കിടന്നവനെ വീണ്ടും കിടത്തുക അല്ല. എഴുന്നേറ്റ് വരട്ടെ. ചിലപ്പോൾ നമ്മൾ ഈ ഉപദേശങ്ങൾ കൊണ്ടൊക്കെ ഒരു വിമർശനം കൊണ്ടൊക്കെ ചിലർക്കൊക്കെ ഒരു തെളിവും വെളിവും ഒക്കെ വരുമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവം. അദ്ദേഹത്തെ മാത്രമല്ല, ഒരു ദിവസം എമയോർ വിമർശിക്കുന്നവരുണ്ട് ഇദ്ദേഹത്തെ, ടിജോ പാസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മൊത്തം സുരേഷ് ബാബു പറഞ്ഞെ. അവരൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഇപ്പോഴും സ്റ്റാൻഡിലാണ്. കുറ്റം തൊലിക്കട്ടിയില്ലെന്നുമല്ല. അവരുടെയൊക്കെ നമുക്കറിയാം, ആത്മാവിൻ്റെ ഒരു തിരിച്ചറിവുള്ളവർക്ക് അവിടെയൊക്കെ മെസ്സേജിലേക്ക് ഒരു ചലനമുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ദൈവമായിട്ടൊക്കെ അവർ ഐക്യപ്പെടുന്നു. നമ്മൾ വിമർശനം കേൾക്കുമ്പോഴൊക്കെ ശരിയോ തെറ്റോ എന്തെങ്കിലും ദൈവമായിട്ടൊരു യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഒരു ക്രെഡിബിലിറ്റി അവർ ഇന്നും നിലനിർത്തുന്നു എങ്കിൽ പിന്നെ അവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വോളയതമായിട്ട് പറയുന്ന യുദ്ധം പിന്നെ ഏറ്റെടുക്കുന്നത് അവരായിരിക്കില്ല, ദൈവമായിരിക്കും. അതുകൊണ്ട് അനീഷ് കാവാലം പാസ്റ്ററിനെ കുറിച്ച് എനിക്കിപ്പം പറയാനുള്ളത്, സത്യസന്ധനായ ഒരു ദൈവദാസനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയല്ല, ട്രോളന്മാരെ സ്വാധീനിക്കുന്നുണ്ട്, സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചിലരെ പോലെ സെക്കുലർ ഇതിലൊക്കെ എല്ലാം ഒരു പാസ്റ്ററുടെ പ്രസംഗം കേൾക്കൂ, കുടുംബജീവിതത്തെക്കുറിച്ച് അവരൊക്കെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ ആരുടെ അങ്ങനെ ഒരു യേശുവൊന്നുമല്ല, മനുഷ്യൻ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പിഴവുകളൊക്കെ വരാം, വിമർശിക്കാം, ഒക്കെ ചെയ്യാം. എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ അവൻ്റെ പുറകെ വിമർശിക്കുക എന്നുള്ളത് വില കുറഞ്ഞ ആക്ഷേപം. ഇദ്ദേഹം പ്രത്യേകിച്ച് അനീഷ് കാവാലത്തെ ഒരാൾ വിമർശിക്കുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് റീച്ചിന് വേണ്ടിയും നിന്റെ ചോറിന് വേണ്ടി, അന്നത്തിന് വേണ്ടിയാണ്. ആ അന്നം ഒരിക്കലും അത് നന്നാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അകത്തൊരു സ്പാർക്കിംഗ് ഉണ്ട്. ആത്മാവ് പോകുന്നിടത്ത് പോകും. ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, സിംഹത്തിന്റെ മുഖം, കഴുകന്റെ മുഖം, കാളയുടെ മുഖം, മനുഷ്യന്റെ മുഖം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെ രാജകീയ ദൈവീക മനുഷ്യദാസഭാവം അത് ഉള്ള ഒരാളിൻ്റെ ഉള്ളത്തിനകത്തുള്ള ലക്ഷണം ചക്രം ചലിയും. ഈ ചക്രം ചലിക്കും. ഇന്നിവിടെ ആയിരിക്കും, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചക്രം ഉള്ളിലുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ചക്രം ചലിക്കണമെങ്കിൽ ഈ 4 ഭാവങ്ങൾ ഒരേപോലെ അഭിനയാത്മകമല്ലാതെ സത്യസന്ധപരമായിട്ട് ഈ ചക്രത്തിൻ്റെ ചുറ്റുമുണ്ടായിരിക്കണം. അത് വരുന്നതായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചക്രം ഇനിയും ചലിക്കും. അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഫിലിപ്പോസിനെ ആത്മാ മറ്റൊരു ഗ്രാമത്തിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം അങ്ങനെ തലത്തിൽ ഇന്ന് ഇവിടെയൊക്കെ ഓടി നടന്ന ശുശ്രൂഷിക്കുക, അവർക്ക് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ അദ്ദേഹത്തിന് ഇത്രയും ഇതിനിടയിലും ദൈവം അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ സന്തോഷിക്കണം കാണുമ്പോൾ, കേൾക്കുമ്പോൾ. ഒരിക്കൽ ഒരുത്തിന് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ജീവിതം മൊത്തം വഴക്കല്ല. അവന് സന്തോഷിക്കണം. എൻകറേജ് ചെയ്യുമ്പോൾ എൻകറേജ് ചെയ്യണം. അതൊക്കെയല്ലേ മാനവികത, അതൊക്കെയല്ലേ ദൈവികത, അതല്ലേ ഒരു ആത്മീക വളർച്ച എന്ന് പറയുന്നത്. ആ നിലകളിലൊക്കെ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ കാലഘട്ടങ്ങൾ അദ്ദേഹം മരുന്ന് കഴിക്കല്, ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സ്വന്തമായിട്ട്. ഇപ്പം നമുക്ക് ചിലർ പറയും ചെരുപ്പിടില്ല, ചിലരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രാമേശ്വരത്ത് പൗലോസ് ഭാഷ ഇവിടെ 10 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെരുപ്പിടത്തില്ല. പക്ഷേ ചില പ്രത്യേക ലാസ്റ്റൊക്കെ സ്ഥലങ്ങളിലൊക്കെ എല്ലാം, ബലഹീനമായ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നിരിക്കുക. അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പലയിടങ്ങളിലും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലെ ബാഗും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം വിമാനത്തിലേക്ക് കയറുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏതോ ഒരു വിദേശ രാജ്യത്ത് കൊണ്ടുപോകാൻ ബാഗൊക്കെ ചുമന്നുകൊണ്ട് പോയപ്പോൾ അദ്ദേഹം ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഷാജു, നീയും ഒരിക്കൽ ഇങ്ങനെ പോകുമ്പോൾ നിന്റെ ബാഗും ചുമന്നുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട്. അതൊരു പ്രവചനമായിട്ടോ അങ്ങനെയായിട്ടോ ഒന്നല്ല. പക്ഷെ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ഓർമ്മകളാണ് അതൊക്കെ എല്ലാം. അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠകളൊക്കെ ഉള്ള ദൈവദാസന്മാർ ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ട്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ബലഹീനപ്പെടും. മനുഷ്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും 6 പാക്കിൽ ഇരിക്കണമെന്നില്ല. അവരുടെ ജീവിതം ബലഹീനപ്പെട്ട് വേറൊരു വ്യക്തി, പത്രോസിനെ കുറിച്ച് യേശു പറഞ്ഞല്ലോ, നീ വൃദ്ധനാകും. അപ്പോൾ അന്ന് വേറൊരാൾ നിന്നെ, നമുക്ക് ആരോഗ്യവും തുമ്പും ഇരിക്കുമ്പോൾ നമ്മളുടെ കൺട്രോളിലായിരിക്കും. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. ഇപ്പം ഇദ്ദേഹം ബലഹീനപ്പെട്ടു, കണ്ടുകൊണ്ടിരുന്നവരെല്ലാം ആശുപത്രി എടുത്തുകൊണ്ട് പോയി. അവിടെ ഐഡൻറ്റി കാർഡിൽ പേരുണ്ട്.
ഇതിലെന്ത് കാര്യമിരിക്കുന്നു? പക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം, ഹോസ്പിറ്റലിൽ പോകുന്നവരെല്ലാം പാപികളെന്നോ മറ്റുള്ളതൊന്നും അല്ല. അദ്ദേഹം കഴിയുന്നിടത്തോളം ആ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കഴിയുന്നിടത്തോളം ആ തീരുമാനമെടുത്തു. ഇപ്പോൾ ആക്സിഡന്റ്, രക്തം ഒലിച്ച് നിൽക്കുന്നവർ, അല്ലെങ്കിൽ സിസേറിയൻ, പ്രസവ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഡോക്ടറെ, ബൈബിളിൽ തന്നെ ലൂക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്, വൈദ്യന്മാർ നല്ല വൈദ്യൻ. അപ്പം നല്ല വൈദ്യൻ ദൈവമാണെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വൈദ്യന്മാരിവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു കൺസെപ്റ്റിൽ മാത്രമാണ്, അല്ലാതെ ഇതിലൊരു പക്ക പെന്തക്കോസുകാരെല്ലാവരും മരുന്ന് കഴിക്കരുത്, അത് ചെയ്യരുത് എന്നല്ല. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്ന ഭക്തന്മാരുണ്ട്. ആ നിലയിലും അദ്ദേഹവും കഴിയുന്നിടത്തോളം ഇപ്പം ബൈബിളിലൊരു വാക്യ പൗലോസാണ് പറഞ്ഞത്, കഴിയുന്നതും എല്ലാവരുമായിട്ടും രമ്യമായിരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും. അപ്പോൾ ബൈബിളിൽ യേശു പറഞ്ഞു എല്ലാവരും ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം എല്ലാം എന്നൊക്കെ പറയുമ്പോഴും ലേഖനങ്ങൾ പൗലോസിന് കഴിയുന്നതും എല്ലാവരുമായിട്ട് രമ്യമായിരിക്കുക. അപ്പോൾ കഴിയാത്ത ബന്ധങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള സമാധാനം, ആത്മീയവും ബന്ധവും പോകുന്ന വിഷയമുണ്ട്. അത് ഒഴിവാകണമെന്നല്ലേ എൻ്റെ അർത്ഥം. അതേപോലെ പുള്ളി കഴിയുന്നിടത്തോളം, പുള്ളിയുടെ വ്യക്തിത്വത്തോളം പുള്ളി ഈ നിലയിൽ മരുന്ന് കഴിക്കാതെ ഈ നിലയിലൊക്കെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്നതുകൊണ്ട് പുള്ളി അറിയാതെ ആരെങ്കിലും ആശുപത്രി എടുത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ എല്ലാം കഥ പിടിയിട്ടിയല്ലോ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലൂടെ പറയാൻ വന്ന ഒരു സാരാംശം, ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കാം, അവരവരുടെ മാനദണ്ഡം ശരിയോ തെറ്റോ ആരോപണങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷെ ജീവിതകാലം മൊത്തം നീ ഒരു ദിവസം വിമർശിച്ചത് കൊണ്ട് അദ്ദേഹം ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹം ഈ വിമർശനത്തിൽ വേട്ടയാടപ്പെട്ട് നീ വേട്ടയാടിക്കൊണ്ടിരിക്കണം എന്നത് അത് നല്ലതല്ല. അത് നല്ലൊരു ഞരമ്പിൻ്റെ ലക്ഷണമല്ല. മനസ്സിലായില്ലേ? അത് നിനക്ക് അത് യാവനായിരുന്നാലും ഏത് ചാനലായിരുന്നാലും അത് തിരിച്ചറിയണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നീ വലിയവനെന്ന് പറഞ്ഞ് നീ ഇപ്പം പ്രതിഷ്ഠിക്കുന്ന നിന്റെ സഭയിലെ പാസ്റ്റർ നീ ഇതേപോലെ താരതമ്യപ്പെടുത്തി നോക്കണം. മനസ്സിലായില്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് എല്ലാം. അത് എനിക്കൊരു വിമർശനത്തിന് ഒരു അജണ്ട എനിക്കില്ല. വിമർശിക്കാറുണ്ട്, എന്നെയും പലരും വിമർശിക്കാറുണ്ട്. ഓക്കെ. പക്ഷേ ഞാൻ വിമർശിച്ച വ്യക്തി ജീവിതകാലം മൊത്തം എന്നാൽ വിമർശിക്കപ്പെടണം എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്നത് അത് നല്ല ലക്ഷണമല്ല എന്നതാണ് എനിക്ക് ഈ ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുക്കൽ ഉറപ്പിക്കുവാൻ, അതിന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയുള്ളത്. ഓക്കെ. ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. ഭക്തരിൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും.